ഇനി നമുക്ക് പഠിക്കാനുള്ളത് സീറോ കണ്ടീഷനിലാണ്. അതായത് നാലാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് സീറോ കണ്ടീഷണലാണ്. ആദ്യത്തെ കണ്ടീഷൻ, ഒന്നാമത്തെ കണ്ടീഷൻ നമ്മൾ എന്താ പഠിച്ചത്? സബോർഡിനേറ്റ് ക്ലോസിൽ വിൽ പ്രസൻറ്റ് പറയുമ്പോൾ മെയിൻ ക്ലോസിൽ വിൽ ഉപയോഗിക്കണം. എന്നാൽ ചില ഘട്ടങ്ങളിൽ നമ്മൾ പറയുന്ന കാര്യം ഏതെങ്കിലും തരത്തിലുള്ള ശാസ്ത്രീയ സത്യങ്ങളോ അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള വസ്തുതകളോ ആണ് എങ്കിൽ അവ നമുക്ക് രണ്ട് ഭാഗത്തും സിമ്പിൾ പ്രസന്റ് ടെൻസിൽ പറഞ്ഞാൽ മതി. നോക്കിയേ, ഇഫ് യു ഹീറ്റ് വാട്ടർ, നമ്മൾ വെള്ളം ചൂടാക്കുകയാണെങ്കിൽ, വെള്ളം 100 ഡിഗ്രി ചൂടാക്കിയാൽ അത് തിളയ്ക്കും അല്ലേ? അപ്പോൾ അത് ശരിക്കും നമ്മൾ പറയുമ്പോൾ അത് ഫ്യൂച്ചർ പോലെയാണ് നമുക്ക് തോന്നുന്നത്. ഇഫ് യു ഹീറ്റ് വാട്ടർ, നീ വെള്ളം ചൂടാക്കുകയാണെങ്കിൽ, ഇഫ് യു ഹീറ്റ് വാട്ടർ, വെള്ളം നമ്മൾ ചൂടാക്കിയാൽ എത്രയാ? 100 ഡിഗ്രി സെൽഷ്യസ് ചൂടാക്കിയാൽ അത് തിളയ്ക്കും. അത് തിളയ്ക്കെന്ന് പറയുമ്പോൾ നമ്മൾ ഇറ്റ് വിൽ ബോയിൽ എന്നാണ് പറയേണ്ടത് അല്ലേ? ഇവിടെ വില്ല് ഉപയോഗിക്കണം, ഇപ്പുറത്ത് ഹീറ്റ് V1 യൂസ് ചെയ്യുമ്പോൾ. പക്ഷെ നമുക്ക് അതങ്ങനെ പറയേണ്ട ആവശ്യമില്ല. ഇഫ് യു ഹീറ്റ് വാട്ടർ 100 ഡിഗ്രി സെൽഷ്യസ്, ഇഫ് യു ഹീറ്റ് വാട്ടർ ടു 100 ഡിഗ്രി സെൽഷ്യസ് ഇറ്റ് ബോയിൽസ് എന്ന് പറഞ്ഞാൽ മതി. മറ്റൊരു ഉദാഹരണം നോക്കിയേ, മഴ പെയ്താൽ നിലം നനയുന്നു, നിലം നനയും. സത്യമാണ്, അതൊരു പൊതുവായ ഫാക്റ്റാണ്. അപ്പോൾ നമുക്ക് പറയാം ഇഫ് ഇറ്റ് റെയിൻസ് ദ ഗ്രൗണ്ട് ഗെറ്റ്സ് വെറ്റ്. ഇഫ് ഇറ്റ് റെയിൻസ് ദ ഗ്രൗണ്ട് ഗെറ്റ്സ് വെറ്റ് എന്ന് പറഞ്ഞാൽ മതി. ദ ഗ്രൗണ്ട് വിൽ ഗെറ്റ് വെറ്റ് എന്ന് പറയേണ്ടതില്ല. തീയിൽ തൊട്ടാൽ പൊള്ളുന്നു. ഇഫ് യു ടച്ച് ഫയർ യു ബേൺ. ഇഫ് യു ടച്ച് ഫയർ യു ബേൺ. മനസ്സിലായല്ലോ? ചുവപ്പും നീലയും കലർത്തിയാൽ പർപ്പിൾ ലഭിക്കുന്നു. ചുവപ്പ് നിറവും നീല നിറവും കലർത്തിയാൽ പർപ്പിൾ ലഭിക്കുന്നു. ഇതൊരു പൊതുവായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് നമുക്കതിനെ ഒരു സയൻറ്റിഫിക് ഫാക്റ്റാണ്, ഒരു ജനറൽ ട്രൂത്ത് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇഫ് യു മിക്സ് റെഡ് ആൻഡ് ബ്ലൂ യു ഗെറ്റ് പർപ്പിൾ. യു വിൽ ഗെറ്റ് എന്ന് പറയുന്നില്ല, യു ഗെറ്റ് പർപ്പിൾ. ഓക്കെ. സൂര്യൻ അസ്തമിച്ചാൽ ഇരുട്ടാകുന്നു അല്ലെങ്കിൽ ഇരുട്ടാകും. അതൊരു നാച്ചുറൽ ട്രൂത്ത് ആണ്. ഇഫ് ദ സൺ സെറ്റ്സ് ഇറ്റ് ഗെറ്റ്സ് ഡാർക്ക്. ഇഫ് ദ സൺ സെറ്റ്സ്, സൂര്യൻ അസ്തമിച്ചാൽ, ഇഫ് ദ സൺ സെറ്റ്സ് ഇറ്റ് ഗെറ്റ്സ് ഡാർക്ക്. ഓക്കെ. ചെടി നനച്ചില്ലെങ്കിൽ അത് വാടുന്നു. ഇതൊരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്. നമ്മൾ നോട്ട് ചേർത്തിട്ട് നമുക്ക് ഇഫ് ഉപയോഗിച്ചിട്ടുള്ള സെൻറ്റൻസുകൾ പറയാൻ സാധിക്കുമല്ലോ. ഇഫ് യു ഡോണ്ട് വാട്ടർ പ്ലാന്റ്സ്, അപ്പോൾ ഇഫ് യു ഡോണ്ട് അല്ലേ, ഇവിടെ ഡോണ്ട് ഡു, ഇത് V1 ആണ്. ഡു പ്ലസ് നോട്ട് ഡോണ്ട്. അപ്പോൾ തൊട്ടിപ്പുറത്ത് നമ്മൾ സാധാരണ വില്ലാണ് ഉപയോഗിക്കേണ്ടത് അല്ലെങ്കിൽ വിൽ നോട്ടാണ് ഉപയോഗിക്കേണ്ടത് അല്ലേ? ഇഫ് യു ഡോണ്ട് വാട്ടർ പ്ലാന്റ്സ് ദേ വിൽ ഡ്രൈ അപ്പ് എന്നല്ല പറയേണ്ടത്, ദേ ഡ്രൈ അപ്പ് എന്ന് പറഞ്ഞാൽ മതി. ഡ്രൈ അപ്പ് ഉണങ്ങിപ്പോകും. ഓക്കെ. അത് സിംഗുലറിലാണ് പറയുന്നത്, ഇറ്റ് ഡ്രൈസ് അപ്പ് എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ. ഇഫ് യു ഡോണ്ട് വാട്ടർ പ്ലാന്റ് ഇറ്റ് ഡ്രൈസ് അപ്പ്. ഇവിടെ നമ്മൾ പ്ലൂറലായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇഫ് യു ഡോണ്ട് വാട്ടർ പ്ലാന്റ്സ് ദേ ഡ്രൈ അപ്പ്. ഓക്കെ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇമാജിനറി കണ്ടീഷനിലെ ഒരു പ്രധാനപ്പെട്ട പോയിൻ്റാണ്. അതായത് നമ്മൾ ഈ സെക്കൻഡ് കണ്ടീഷനിൽ നമ്മൾ പറഞ്ഞു, അത് ഇമാജിനറി കണ്ടീഷൻസ് ആണ് സെക്കൻഡിൽ രണ്ടാമത്തെ കണ്ടീഷൻ പറയുന്നത് അല്ലേ? അതായത് സബോർഡിനേറ്റ് ക്ലോസിൽ സിമ്പിൾ പാസ്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മെയിൻ ക്ലോസിൽ എന്ത് സംഭവിക്കുന്നു? വുഡ് ഉപയോഗിക്കുന്നു. എന്നാൽ അതേ കണ്ടീഷണലിൻ്റെ തന്നെ ഒരു അഡ്വാൻസ്ഡ് ആയ ഒരു പോയിന്റ് ഉണ്ട്. അതായത് ഇമാജിനറി കണ്ടീഷൻസ് പറയുമ്പോൾ ഐ വെച്ച് പറയുന്ന ഇമാജിനറി കണ്ടീഷൻ്റെ കൂടെ നമുക്കറിയാം ഐൻ്റെ കൂടെ വാസാണ് ഉപയോഗിക്കുക. പക്ഷേ ഇമാജിനറി കണ്ടീഷൻസ് പറയുമ്പോൾ വാസിന് പകരം ഉപയോഗിക്കും, ഇമാജിനറി ആയതുകൊണ്ട്. അതായത് ഞാൻ ഒരു നീളമുള്ള ആളായിരുന്നെങ്കിൽ, ഞാൻ നീളമുള്ള ആളല്ലല്ലോ, എനിക്കാവാൻ സാധിക്കില്ല. അപ്പം ഇഫ് ഐ വാസ് ടോളർ എന്ന് പറയുന്നതിന് പകരം ഇഫ് ഐ വേർ ടോളർ എന്ന് പറയാം, കാരണം അതൊരു ഇമാജിനറി കേസാണ്. അപ്പോൾ ഐന് മാത്രമാണ് ഈ പ്രത്യേകതയുള്ളത്. ഇഫ് ഐ വേർ ടോളർ ഐ കുഡ് പ്ലേ ബാസ്കറ്റ് ബോൾ. ഓക്കെ. സ്വാഭാവികമായിട്ടും ഈ വേർ എന്ന് പറയുന്നത് V2 രൂപമാണ് അല്ലേ? വേർ പാസ്റ്റ് രൂപമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പുറത്ത് കുഡ് യൂസ് ചെയ്യണം. ഞാനൊരു പക്ഷിയായിരുന്നെങ്കിൽ എനിക്ക് എവിടെ വേണമെങ്കിലും പറക്കാമായിരുന്നു. നടക്കുന്ന കാര്യമാണോ? ഒരിക്കലും നടക്കില്ല. പൂർണ്ണമായിട്ട് ഇമാജിനറി ആയിട്ടുള്ള ഒരു കാര്യമാണ്. എനിക്ക് അങ്ങനെ ആവാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഇഫ് ഐ വാസ് എ ബേർഡ് എന്നല്ല പറയുക, ഇഫ് ഐ വെർ എ ബേർഡ് ഐ കുഡ് ഫ്ലൈ
എനിവേർ. അപ്പോൾ ഒരിക്കലും നടക്കാത്തൊരു കാര്യം നമ്മൾ സ്വന്തമായിട്ട് പറയുമ്പോൾ, ഇമാജിനറി ആയിട്ട് പറയുമ്പോൾ ഐ വേർ ഉപയോഗിക്കണം എന്നുള്ളൊരു റൂളുണ്ട്. ഇഫ് ഐ വർ എ ബേർഡ് ഐ കുഡ് ഫ്ലൈ എനിവേർ. ഞാനൊരു ധനികനായിരുന്നെങ്കിൽ എനിക്കൊരു വലിയ വീട് വാങ്ങാമായിരുന്നു. ഞാൻ ധനികനല്ല, ഇനി ആവുന്ന കാര്യം ബുദ്ധിമുട്ടാണ്. അത് ഇമാജിനറി ആയിട്ടാണ് പറയുന്നത്, എൻ്റെ കാര്യമാണ്. ഇഫ് ഐ വർ റിച്ച് ഞാൻ പറയുന്ന സമയത്ത് ഞാൻ ധനികനല്ല. അപ്പോൾ പിന്നെ അതൊരു ഇമാജിനറി ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇഫ് ഐ വർ റിച്ച് ഐ കുഡ് ബൈ എ ബിഗ് ഹൗസ്. അപ്പോൾ ഐ വാസ് അല്ല, ഐ വേർ ആണ് ഉപയോഗിക്കുക.